വല്ലപ്പുഴ ചൂരക്കോട് നിന്നും കാണാതായ 15-കാരിയെ കണ്ടെത്താനായില്ല. ഇക്കഴിഞ്ഞ ഡിസംബർ 30-ന് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഇന്നേക്ക് 5 ദിവസം പിന്നിട്ടിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. 36-അംഗ പോലീസ് സംഘം 5 ടീമുകളായാണ് അന്വേഷണം നടത്തുന്നത്. കുട്ടിയുടെ വീട്ടുകാരെ ഇന്ന് മുഹമ്മദ് മുഹ്സിൻ MLA സന്ദർശിച്ചു. വല്ലപ്പുഴ ചൂരക്കോട് സ്വദേശി അബ്ദുൾ കരീമിന്റെ മകൾ 15-കാരിയായ ഷന ഷെറിനെയാണ് ഡിസംബർ 30-ന് തിങ്കളാഴ്ച മുതൽ കാണാതാകുന്നത്. രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയതായിരുന്നു കുട്ടി. എന്നാൽ കുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല. തുടർന്ന് വീട്ടുകാർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. കുട്ടിയെ കാണാതായി വെള്ളിയാഴ്ച 5 ദിവസമാകുമ്പോഴും വ്യക്തമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. മുഹമ്മദ് മുഹ്സിൻ MLA വെള്ളിയാഴ്ച രാവിലെ കുട്ടിയുടെ വീട്ടിലെത്തി പിതാവുമായും ബന്ധുക്കളുമായും സംസാരിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കാണാതായ ശേഷം കുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. യൂണിഫോം മാറ്റി കുട്ടി പർദ്ദ ധരിച്ച സ്റ്റേഷനിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. പരശുറാം എക്സ്പ്രസിൽ കുട്ടി കയറിയതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി വരികയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ DYSPമാരും CIമാരും SIമാരും അടങ്ങുന്ന 36-അംഗ സംഘം 5 ടീമുകളായാണ് അന്വേഷണം നടത്തുന്നത്. കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല എന്നതും അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ടും ഊർജിതമായി തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. കുട്ടിയെ നഷ്ടപ്പെട്ട് വലിയ വേദനയിലാണ് കുട്ടിയുടെ വീട്ടുകാർ. ഇന്നിപ്പോൾ വീട് സന്ദർശിച്ചു. നമ്മൾ CI അതോടൊപ്പം തന്നെ SP ആയിട്ടൊക്കെ സംസാരിച്ചു. SP പറഞ്ഞത് ഒരു DYSP അതോടൊപ്പം തന്നെ 36 അംഗ ടീമിനെയും സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. 5 ടീമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകെ അവർക്ക് കിട്ടിയത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ട്രെയിൻ കയറിയതായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരത്തായിട്ടുള്ളൊരു CCTV ദൃശ്യമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിൻ്റെ സെർച്ച് നടക്കുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണ് നിലവിൽ കുട്ടി ഏതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ഉമ്മയുടെ അല്ലാത്ത മറ്റു ഫോണുകൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. പിന്നെ ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ സെർച്ചിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് മറ്റൊരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. പക്ഷെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ആ അന്വേഷണം നടത്തുന്നത്. ആ കുട്ടിയെ ഉടനെ തന്നെ വീട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കാണാതായി 5 ദിവസമായിട്ടും കൃത്യമായി ഒരു വിവരം ലഭിക്കാത്തതിൽ വലിയ ആശങ്കയിലാണ് കുട്ടിയുടെ ബന്ധുക്കൾ. ഏതു വിധേനയാണെങ്കിലും കുട്ടിയെ കണ്ടെത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെയൊന്നും എത്തിയിട്ടുമില്ല. വീട്ടിലും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വൈകാതെ തന്നെ എന്തെങ്കിലും തുമ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. നമ്മുടെ ചൂരക്കോടുള്ള കുട്ടി, 15 വയസ്സായ കുട്ടി, കുട്ടിയെ നഷ്ടപ്പെട്ട് വലിയ വേദനയിലാണ് കുട്ടിയുടെ വീട്ടുകാർ. ഇന്നിപ്പോൾ വീട് സന്ദർശിച്ചു. നമ്മൾ CI അതോടൊപ്പം തന്നെ SP ആയിട്ടൊക്കെ സംസാരിച്ചു. SP പറഞ്ഞത് ഒരു DYSP അതോടൊപ്പം തന്നെ 36 അംഗ ടീമിനെയും സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. 5 ടീമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകെ അവർക്ക് കിട്ടിയത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ട്രെയിൻ കയറിയതായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരത്തായിട്ടുള്ളൊരു CCTV ദൃശ്യമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിൻ്റെ സെർച്ച് നടക്കുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണ് നിലവിൽ കുട്ടി ഏതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ഉമ്മയുടെ അല്ലാത്ത മറ്റു ഫോണുകൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. പിന്നെ ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ സെർച്ചിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് മറ്റൊരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. പക്ഷെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ആ അന്വേഷണം നടത്തുന്നത്. ആ കുട്ടിയെ ഉടനെ തന്നെ വീട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് DGP ആയിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ട് കൂടുതൽ ഊർജിതമാക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നതാണ്. കുട്ടീനെ കാണാണ്ടായിട്ട് ഇപ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ഒരു 5 ദിവസമായി.
അപ്പോൾ നമ്മളെല്ലാവരും കുടുംബം, നമ്മളെ അയൽവാസികൾ, നാട്ടുകാർ, മറ്റവരെല്ലാവരും വളരെ അധികം വിഷമത്തിലുള്ള കാര്യത്തിലാണ്. ഇതിപ്പോൾ നമ്മൾ 1-2 ദിവസം കൊണ്ടൊക്കെ കിട്ടേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ മറ്റേ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും അവർ ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആശങ്കയിലാണ്. കാരണം ഇത് 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമല്ല, 5 ദിവസമായി. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതേപോലെയുള്ള ഉദ്യോഗസ്ഥരും വളരെ സീരിയസ് ആയിട്ട് എത്രയും പെട്ടെന്ന് ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഏത് രൂപത്തിലൊക്കെ അന്വേഷണങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. നിങ്ങളേതായ തലത്തിൽ കുട്ടികളെ ബന്ധുവീടുകളിലും ഫ്രണ്ട്സുകളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് പോലീസുകാർ നമ്മളോട് ചോദിച്ചിട്ടുള്ള എല്ലാവിധ റിപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ പോലീസും നമുക്ക് നന്നായിട്ട് നമ്മളോട് സഹകരിച്ച് എല്ലാവിധ നമ്മൾ കൂടെ ഉണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. അതേപോലെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏത് രൂപത്തിലുള്ള അന്വേഷണങ്ങളാണ് നമുക്ക് ഇതിനവരോട് പറയേണ്ടതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അത് അവർ ചെയ്യേണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും നമ്മൾ. പക്ഷേ ദിവസങ്ങൾ അതിക്രമിച്ചു. കുട്ടികളെ കണ്ടു, ഈ കൊടുമുണ്ടേന്നൊരു പോയി അല്ലെങ്കിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു എന്നൊക്കെയുള്ള സൂചനകൾ വന്നിരുന്നു, പുറത്ത് വന്നിരുന്നു. അതൊക്കെ ശരി തന്നെയാണോ? ഇതിപ്പോൾ കുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പലയിടത്തും പല ന്യൂസുകളും നമുക്ക് വരുന്നുണ്ട്. അത് നമ്മളെ കുട്ടിയാണോ എന്നുള്ളത് തീരുമാനിക്കണ, അല്ലെങ്കിൽ നമുക്കത് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സംശയാസ്പദമായിട്ടുള്ള പലവിധ വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് പല ആൾക്കാരും ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതേ സ്പോട്ടിൽ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കുട്ടിയാണ് എന്ന് സാമ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ളതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. നടക്കട്ടെ. അല്ല, ഇതിപ്പോൾ അതാ നമ്മൾ പറയണത്, വീണ്ടും പറയണത്, ഇത് ചെറിയതായിട്ടുള്ള ഒരു അന്വേഷണം ആണോ വലിയൊരു അന്വേഷണം ആണോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് ദിവസങ്ങൾ അതിക്രമിച്ചു. 1, 2, 3, 4, 5-ാമത്തെ ദിവസമായി. ഇപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു DYSP എന്നല്ല നമ്മളോട് സംസാരിച്ചപ്പോൾ ഒരുപാട് ഗ്രൂപ്പായിട്ട് അവർ SIമാരെ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രമാണെങ്കിൽ 5 ദിവസമൊക്കെ നമ്മളൊരു അറിവ് വെച്ചിട്ട് മതിയാവും ഈ ഒരു അന്വേഷണത്തിന് ഡീപ്പായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ. ഇപ്പോഴും നമുക്ക് ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങൾ അതിക്രമിച്ചു. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.